മെസ്സിയുടെ പേരിലെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ ഇഡിയും ഫെമ നിയമലംഘനത്തിലാണ് ഇഡിയുടെ അന്വേഷണം. കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടും. റിപ്പോർട്ടിനായി സർക്കാരിനെ സമീപിക്കും. ഇഡി പ്രാഥമിക പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അർജന്റീന ടീമിനെ സൗഹൃദ മത്സരത്തിനായി കൊച്ചിയിലെത്തിക്കുമെന്നും ലയണൽ മെസ്സി തന്നെ കളിക്കുമെന്നുമുള്ള പ്രചാരണത്തിലൂടെ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായുള്ള കായിക മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മെസ്സിയെയും ടീമിനെയും എത്തിക്കാൻ 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടതാണ്. വിദേശത്തേക്ക് പണം കൈമാറിയതിലാണ് ഇഡി അന്വേഷണം നടക്കുക. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എംഡി ആൻഡോ അഗസ്റ്റിനും അന്വേഷണ പരിധിയിലുണ്ടാകും. ഫെമ കേസെടുക്കാൻ PMLA പോലെ മറ്റ് ഏജൻസികളുടെ FIR വേണ്ട എന്നതിനാൽ സ്വമേധയാ കേസെടുക്കാം. വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ കണ്ടെത്തിയാൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കും. മെസ്സിയെ കൊണ്ടുവരുമെന്ന് 2023 സർക്കാരിനെ അറിയിച്ച ഗോട്ടൻ ഗ്ലോബൽ എന്ന സ്ഥാപനത്തെക്കുറിച്ചും സ്ഥാപനത്തിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗുമായുള്ള ബന്ധത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ള പണമിടപാടുകളുടെ രേഖകളൊന്നുമില്ല. ഇതിലും ഇഡി വ്യക്തത വരുത്തും. ജനം, കൊച്ചി. റിപ്പോർട്ടർക്കുള്ള CBIക്ക് വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP. വിദേശ എംബസികളുമായി ഇതിന് ബന്ധമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പേര് ദുരുപയോഗം ചെയ്താണ് കോടികളുടെ തട്ടിപ്പ് നടന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും റിപ്പോർട്ടർ TV കൊള്ളയിൽ പങ്കുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് പോലെ ഇടതുപക്ഷവുമായി ചേർന്ന് കേസ് ഡീലാക്കരുതെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞു. വിവരങ്ങളുമായി വീണ ചേരുകയാണ്. വീണ, മറ്റൊരു തട്ടിപ്പിന് കൂടിയാണ് ഇപ്പോൾ കളമൊരുങ്ങിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അഗസ്റ്റിൻ സഹോദരന്മാരുമായും മെസ്സിയുമായും ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ ഇങ്ങനെ വലിയ വിവാദം സൃഷ്ടിക്കുകയാണ്. എന്താണ് ഇപ്പോൾ S. സുരേഷ് പറയുന്നത്? അശ്വതി, മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ കായിക വകുപ്പ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് തുടർന്ന് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലെത്തുന്നു. പിന്നാലെ തന്നെ ഇന്ന് പോലീസ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്ന സാഹചര്യമുണ്ട്. അത് ആ റിപ്പോർട്ടിനെ കൂടുതൽ, അതായത് കായിക വകുപ്പ് നൽകിയ റിപ്പോർട്ടിനെ കൂടുതൽ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് പുറത്തു വന്നത്. ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒത്തുകളിയുടെ തെളിവുകൾ, ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും ഒത്തുകളിയുടെ തെളിവുകളും പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് BJP ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി VD സതീശൻ ഈ മെസ്സിയുടെ പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പിതുമായി ബന്ധപ്പെട്ട് സർക്കാരും റിപ്പോർട്ടർ ടിവിയുടെ ഉടമകളും നടത്തിയ ഇടപെടലുകളിൽ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തിന് CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എംബസികളെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എംബസികൾക്കും ഇതുമായി ബന്ധമുണ്ട്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇതുമായി ബന്ധമുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ പേരിൽ ആ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളെ ദുർവിനിയോഗം നടത്തുന്ന ഒരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്വകാര്യ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ചാനലിന് കൂടുതൽ ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടന്നത്. സർക്കാരിനത് ഒത്താശ ചെയ്തു. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലുണ്ട്. അതിനാൽ തന്നെയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും ഒരു റിപ്പോർട്ട് ലഭിച്ച് ദിവസങ്ങൾ പിന്നിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിനൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായിട്ടൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് ഇതുവരെ ആഭ്യന്തര വകുപ്പോ സംസ്ഥാന മുഖ്യമന്ത്രിയോ ഇതുവരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അന്വേഷണം നടത്തുമെന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് BJP ശക്തമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. CBIയുടെ അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനൊപ്പം നിന്ന് ഡീല് നടത്തുന്ന ഒരു നീക്കം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത്തരത്തിലൊരു ഡീല് ഇതിലുണ്ടാകരുത്. തട്ടിപ്പുകാരെ പുറത്തു കൊണ്ടുവരണം, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് അദ്ദേഹം മെസ്സിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, സംസ്ഥാനത്ത് നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അശ്വതി, ശരി, വിവരങ്ങൾ വ്യക്തമാണ് വീണ. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണം, റിപ്പോർട്ടർക്കുള്ള CBIക്ക് വിടണമെന്നാണ് ഇപ്പോൾ BJPയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ S. സുരേഷ് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്കാണ് പോകുന്നത്. കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഈ റിപ്പോർട്ടറുമായിട്ട് ചേർന്നുള്ള കൊള്ളയിൽ പങ്കുണ്ട്, അതിലെ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് CBIക്കും കേന്ദ്ര ഏജൻസികൾക്കും വിടാൻ VD സതീശൻ സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. ശബരിമല ഡീല് പോലെ പിണറായി വിജയനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും രക്ഷിക്കാനായിട്ട് ഇത് ഡീലാക്കരുത്, ഒത്തുകളിക്കരുത് എന്നും ശ്രീ VD സതീശനോട് ആവശ്യപ്പെടുകയാണ്.